ഹായ്, എല്ലാവർക്കും വിജയനപൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് എരുമേലിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മുടെ സെറ ട്രാവൽസിൻ്റെ ഏറ്റവും പുതിയ അശോക ലാൻഡ് വൈക്കിംഗ് ചേസിൽ പ്രകാശിൻ്റെ കപ്പല്ല ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ സ്ലീപ്പർ ബസ്സിലാണ്. പുതിയ ബസ് ഇറങ്ങിയിട്ടിപ്പം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണത് സെറയുടെ വീടിനടുത്ത് പമ്പ വാലി എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് 2 വണ്ടികളാണ് ഇന്ന് സർവീസ് നടത്തുന്നത്. ഇതിന് മുമ്പ് ഓടിയിരുന്ന വേഗ ലുക്കുള്ള വണ്ടിയും ഇതവിടെ പുറകെ കാണാം. ആ വണ്ടി ഇന്ന് ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് കിടക്കാം. എരുമേലിയിലെത്തി നമ്മൾ പമ്പാവാലിയിലേക്ക് യാത്ര തിരിച്ചത് സെറ അവരുടെ ബസ് മേഖലയിലേക്കുള്ള വരവറിയിച്ച സെറയുടെ കിസുമം എരുമേലി റൂട്ടിൽ സർവീസ് നടത്തുന്ന KL 34F 2101 എന്ന ബസ്സിലാണ്. 2014 പ്രയാണം ആരംഭിച്ച സെറയുടെ കുടുംബത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പും സ്റ്റേജ് കയറുമടക്കം 24 പ്രൈവറ്റ് ബസ്സുകളാണുള്ളത്. ഓണറായിരിക്കുന്ന എബിച്ചേട്ടൻ്റെ മൂത്ത മകളുടെ പേരാണ് സെറ. അതാണ് എല്ലാ ബസ്സുകൾക്കും ഇട്ടിരിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്ത കിസുമം എരുമേലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൻ്റെ ഡ്രൈവറുടെ പേര് ബിബിൻ എന്നാണ്. അതുപോലെ കണ്ടക്ടറുടെ പേര് കണ്ണൻ എന്നാണ്. രണ്ടുപേരും മുക്കൂട്ടുത്തറ സ്വദേശികളാണ്. ഡ്രൈവർ ക്യാബിൻ്റെ ബാക്കിലായിട്ട് നൈറ്റ് സർവീസുകളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പമ്പവാലിയിലെ സെറയുടെ ഗ്യാരേജിലാണുള്ളത്. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത് സെറയുടെ മണിമല പയ്യാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെമി സ്ലീപ്പർ ബസ്സാണ്. ബസ്സിൻ്റെ നമ്പർ KL 67C 1006 എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് ലുക്ക് വരുന്നത്. ഇവിടെ ഒരു സെറയുടെ ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട്. ഇത് BS4 ചേസിലുള്ള വണ്ടിയാണ്. ഇത് വേഗ ടച്ചുള്ള ഒരു ടൈപ്പ് കവളാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ഇത് അവിടെ ആയിട്ട് റോഡ് സൈഡിൽ സെറയുടെ 2 ലിമിറ്റഡ് സ്റ്റോപ്പ് പ്രൈവറ്റ് ബസ്സുകൾ കിടപ്പുണ്ട്. അതുപോലെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ബസ് പുതിയ പ്രകാശ് കപ്പല്ല ലുക്കിൽ ഇറക്കിയിട്ടുള്ള സെറയുടെ സ്ലീപ്പറാണ് ഈ കാണുന്നത്. ഈ ബസ്സാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ബസ്സിൻ്റെ പകരമായിട്ടാണ് പുതിയ കപ്പല്ല വന്നിട്ടുള്ളത്. ഇത് വേഗ ലുക്കുള്ള വണ്ടിയാണ്. ഈ വണ്ടിയും ഇന്ന് നമ്മുടെ ഒപ്പം ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് 2 വണ്ടിയാണ് എരുമേലിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്തായാലും നമുക്ക് നോക്കാം. പ്രകാശിൻ്റെ കപ്പല്ല ലുക്കിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ നമ്പർ AR 20A773 എന്നുള്ള രജിസ്ട്രേഷനിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്ലാസ് പോർഷനിലേക്ക് നോക്കുമ്പം സെറയുടെ പേര് കൊടുത്തിട്ടുള്ളത് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക്. എല്ലാ വണ്ടിക്കുള്ള പോലെ റോസ് ഓഫ് ഷെയർ എന്നുള്ളത് ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ലേലൻഡിൻ്റെ വൈക്കിംഗ് സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. വണ്ടിയുടെ സൈഡ് ലുക്ക് നോക്കിയാൽ ഫുള്ള് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സെറയുടെ പേര് നല്ല വലുപ്പത്തിൽ ഇവിടെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെബ്സൈറ്റ് കാര്യങ്ങൾ ഒക്കെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള സൈഡിലെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് ലുക്ക് നോക്കിയാൽ സെറയുടെ പേര് അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. മങ്കമ്പിൽ മുക്കുട്ടുത്തറ വെബ്സൈറ്റ് അഡ്രസ്സ്. അതുപോലെ പ്രകാശിൻ്റെ കപ്പല്ല ലുക്കിലുള്ള ബാക്ക് പോർഷനാണ്. വണ്ടിക്ക് ടോട്ടൽ 22 സീറ്റുകളും 24 സ്ലീപ്പിംഗ് ബെർത്തുകളാണുള്ളത്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് സ്ലീപ്പർ ബസ് എന്നാണ് പറഞ്ഞത്. സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ വണ്ടിയുടെ സീറ്റിംഗ് കംഫർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 2 സൈഡിലും ആംറസ്റ്റ് വരുന്നുണ്ട്. USB ചാർജിങ് പോയിന്റും പ്ലഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിക്ലൈനിങ്, നമുക്ക് ഈ ഒരു റിക്ലൈനിങ് വണ്ടിയുടെ സീറ്റ് കംഫർട്ടിൽ കൊടുത്തിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുക. അതുപോലെ ടൈസ് സപ്പോർട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബെർത്തിൽ കിടക്കുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് ഈ സീറ്റിൽ കിട്ടുന്നതാണ്. കൂടാതെ നല്ല ലെഗ് സ്പേസും കാല് വെക്കാനുള്ള പോർഷനും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് AC വെന്റ്, റീഡിംഗ് ലാമ്പൊക്കെ മുകളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സീറ്റിംഗ് കംഫർട്ട്. ഇനി ബെർത്തുകളുടെ കംഫർട്ടിലേക്ക് നോക്കാം. നമുക്ക് കർട്ടൻസ് 2 സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ AC വെന്റ് ഉണ്ട്, ഇവിടെ AC വെന്റ് ഉണ്ട്, റീഡിംഗ് ലാംപ്സ് ഉണ്ട്.
ലഗേജ് വെക്കാനുള്ള ഓപ്ഷനും ബോട്ടിൽ വെക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരാൾക്ക് സുഖമായിട്ട് നീണ്ടു തീർന്ന് കിടക്കത്തക്ക രീതിയിലുള്ള സ്പേസ് ബെർത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലഗ് പോയിന്റും USB പോർട്ടൊക്കെ അവിടെയാണ് വരുന്നത്. മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കണമെങ്കിൽ ഇവിടെ ബാക്ക് സപ്പോർട്ട് സീറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബെർത്ത് എന്നുള്ള ലുക്ക്. നല്ല പക്ക കംഫർട്ടാണ് വണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സാരഥികളെ പരിചയപ്പെടാം. നമുക്ക് ഒരു ഡ്രൈവറെ പരിചയപ്പെടാം. പേര് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ. വീട് എവിടാ? പാലക്കാട്. പാലക്കാടാണ്. പാലക്കാട് കൊടുവായൂര്. ഓ അത് ശരി. സെറയിലായിട്ട് എത്രയായി? സെറയിലായിട്ട് ഇപ്പോ 2 വർഷത്തോളായി. ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും പാലക്കാടുള്ള കൃഷ്ണകുമാർ ചേട്ടന്റെ അടിപൊളി ഡ്രൈവിംഗ് കാണാം. അതുപോലെ കോ ഡ്രൈവർ ഉണ്ട്. പേര് ബോബി. ബോബി. വീട് എരുമേലി തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ക്രൂ അസിസ്റ്റന്റ്. പേര് മനോജ്. വീട് വയനാട്. ഓക്കെ. ഇവരെല്ലാം എന്നാണ് നമ്മുടെ യാത്രയിലുള്ളത്. 2014 ബസ് മേഖലയിലേക്ക് കടന്നു വന്ന സെറ ട്രാവൽസ് അവരുടെ സ്ലീപ്പർ സർവീസുകൾ ആരംഭിക്കുന്നത് 2020 കോവിഡ് ടൈമിലാണ്. മണിമലയിൽ നിന്ന് പയ്യാവൂരിലേക്കാണ് ആദ്യ സെമി സ്ലീപ്പർ സർവീസ് സെറ ട്രാവൽസ് ആരംഭിച്ചത്. ഇപ്പോൾ ആ സർവീസ് കൂടാതെ കാക്കനാട് ബാംഗ്ലൂർ, നമ്മളിന്ന് വീഡിയോ എടുക്കുന്ന എരുമേലി ബാംഗ്ലൂർ സർവീസും കൂടി സെറ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എരുമേലി ബാംഗ്ലൂർ സർവീസ് 4:45-നാണ് എരുമേലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം, കൃഷ്ണഗിരി, ഹൊസൂർ വഴിയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഏപ്രിൽ 14 മുതൽ എരുമേലിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതിയൊരു റൂട്ടിലും സെറ സർവീസ് ആരംഭിക്കുന്നുണ്ട്. എരുമേലിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, പാല, കൂത്താട്ടുകുളം, ചോറ്റാനിക്കര, കാക്കനാട്, എടപ്പള്ളി, ആലുവ വഴിയാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത്. ഇതാണ് പമ്പാവാലി ടൗണ്. ഇവിടുന്ന് വലത്തേക്ക് പോകുന്നത് ശബരിമല. നമ്മൾ നേരെ ഇനി മുക്കൂട്ടുത്തറ വഴി എരുമേലി. കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് കണമല. അതിനെ പൊതുവെ അറിയപ്പെടുന്ന പേര് പമ്പ വാലി എന്നാണ്. പമ്പ റിവറിനോട് ചേർന്ന് അടുത്തിറങ്ങുന്ന സ്ഥലമായതുകൊണ്ടാണ് പമ്പ വാലി എന്ന് ഈ ഒരു സ്ഥലത്തിന് പേര് വന്നുപെട്ടത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലുള്ള ഈ സ്ഥലത്ത് നിന്ന് ശബരിമലയ്ക്ക് 33 കിലോമീറ്ററാണ് ഉള്ളത്. ഇതാണ് വണ്ടിയുടെ ക്യാബിൻ ലുക്ക് കേട്ടോ. മുകളിലായിട്ട് LED ലൈറ്റിൻ്റെ ആ ബോർഡ് കാണാം. ഇതാണ് മുക്കൂട്ടത്തറ ടൗണ്. ഇതിന് എരുമേലിക്ക് 7 കിലോമീറ്റർ. നമ്മൾ വീഡിയോ റിവ്യൂ ചെയ്ത സെൻറ്റ് സെബാസ്റ്റ്യൻ തമ്മിൽ കൊണ്ടോടിയുടെ പുതിയ ഉള്ള വണ്ടി. കൂട്ടുത്തറ എന്നാണ് ഫസ്റ്റ് ബോർഡിങ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന റോഡ് കൊല്ലമുള എന്ന സ്ഥലത്തേക്കുള്ളതാണ്. മുക്കൂട്ടുത്തറയുടെ ഭാഗമാണെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ടതാണ് കൊല്ലമുള. ഇവിടുന്ന് വെറും 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പെരും തേനരുവി എന്നൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റിലോട്ട് പോകുന്നത് പത്തനംതിട്ട. ആ ഓ ശരി. അപ്പോൾ നമ്മൾ 4:45 എരുമേലി ടൗൺ. നേരെ പോകുന്നതാണ് കോട്ടയം, പാല, എറണാകുളം, ഗുരുവായൂരൊക്കെ നേരെയാണ്. എരുമേലിയിൽ നിന്നുള്ള ബോർഡിങ് ആൾ കയറുന്നുണ്ട്.
നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് എരുമേലിയിലെ പ്രശസ്തമായ പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിൻ്റെ ഓപ്പോസിറ്റാണ് വാവർ പള്ളിയുമുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലാണ് എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. മുമ്പിലായിട്ടൊരു സെറയുടെ വണ്ടി പോകുന്നുണ്ട്. മുണ്ടക്കയം എരുമേലി KL 5 AM 744. ഇത് വരത്തിട്ട് ശബരിമല നേരെ പോകും. അപ്പോൾ ഇതാണ് പുത്തൻ ചന്ത മുണ്ടക്കയം റൗണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. ഹൈ റേഞ്ചിൻ്റെ കവാടമാണ് മുണ്ടക്കയം. കുട്ടിക്കാനവും പാഞ്ചാലിമേടൊക്കെ മുണ്ടക്കയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങളാണ്. മണിമലയാറിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കയം ടൗണിലെ കോസ്വേ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നേരെ കയറിച്ചിരുന്നത് മുണ്ടക്കയം ബൈപ്പാസിലാണ്. അത് ലെഫ്റ്റ് കോട്ടയം, വലത്തോട്ട് മുണ്ടക്കയം ടൗൺ. മുണ്ടക്കയം ടൗണിലെ സെറയുടെ ബോർഡിംഗ് പോയിന്റ് വരുന്നത് മുണ്ടക്കയം ബൈപ്പാസിലാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് ശബരിമല എരുമേലിയാണ്. നമ്മൾ മുണ്ടക്കയം വഴിയാണ് കയറി വരുന്നത്. പൂതക്കുഴി എന്നുള്ള സ്റ്റോപ്പാണത്. ഇവിടെ നിന്നാണ് എരുമേലി ശബരിമലയൊക്കെ തിരിയുന്നത്. അതാ ഒരു കുട്ടിയും കൂടെ തന്നെ. അതാ ഫ്രണ്ടില് അതാ ഓടിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ടൗണിലാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ബോർഡിംഗ് പോയിന്റ് വരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അത് നമ്മൾ കാഞ്ഞിരപ്പള്ളി ടൗണിലെത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ ടൗണിലെ ബ്ലോക്ക് ഒരു രക്ഷയില്ല കേട്ടോ. സകല വണ്ടി ഫുള്ള് റോട്ടിലാണ്. വലത് സൈഡിലാണ് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. സെറയുടെ കട്ടപ്പന വണ്ടി. ഇതിനൊക്കെ അടുത്ത ബോർഡിങ്ങിന് പൊൻകുന്നാണ്. നമ്മളിതാ 6 മണിയായപ്പം പൊൻകുന്നം ടൗണിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ, തൃശ്ശൂർ, അങ്കമാലി എല്ലാം കണക്ട് ചെയ്യുന്നത് വലത്തേക്ക് നേരെ കോട്ടയം. നമ്മുടെ അടുത്ത ബോർഡിംഗ് പോയിന്റ് പാലയാണ്. ഈ പാലം കയറി കഴിഞ്ഞ് ലെഫ്റ്റ് കോട്ടയാണ്, റൈറ്റ് നമ്മൾ പാലാ ടൗണിലേക്ക് കയറുകയാണ്. തൊടുപുഴ, പാലാ, തൊടുപുഴ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് KM മണി സ്മാരക ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലാണ് കേട്ടോ, പാല.
പാലായുടെ സ്വന്തം KM മാണിയുടെ സ്മാരക ഹോസ്പിറ്റലാണ്. വലത്തോട് തൊടുപുഴ, നേരെ കൂത്താട്ടുകുളം. ആ റോഡ് കൂത്താട്ടുകുളം കേട്ടോ നേരെ കണ്ടത്. നമ്മളിവിടുന്ന് റൈറ്റ് പോകും. രാമപുരം കൂത്താട്ടുകുളം. ഇവിടുന്ന് വലത്ത് പാലാ ടൗണ്, ഈരാറ്റുപേട്ട. ഇത് നേരെ തൊടുപുഴ. ഇവിടെ നമുക്ക് ബോർഡിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ കല്ലടയുടെ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെറയുടെ സ്ഥിരം പാസഞ്ചേഴ്സ് 2 പേരുണ്ട്. നമുക്ക് അവരോട് ഒരു അഭിപ്രായം ചോദിച്ചു നോക്കാം. എന്താ പേര്? സോനു. സോനു. വീട് എവിടെയായിട്ടാ? കോഴഞ്ചേരി. കോഴഞ്ചേരി അല്ലേ? ജോൺസൺ. വീട്? ഓക്കെ. എങ്ങോട്ടാ യാത്ര? ബാംഗ്ലൂർക്കല്ലേ? എവിടെ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്? ആ ഓക്കെ. എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഷെഫ് പിള്ളേര്. ഓക്കെ ഷെഫ്. ഓ ഷെഫ് പിള്ളേര്. ഓക്കെ ഓക്കെ. 2 പേര്. ഓക്കെ ഓക്കെ. അപ്പോൾ ഷെഫ് പിള്ളേരെ 2 സ്റ്റാഫ്സ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ സെറയുടെ സർവീസ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ടൈമിങ് എല്ലാം പക്കയാണ്. അടിപൊളി യാത്രയാണ്. നല്ല കംഫർട്ടാണ്. സ്റ്റാഫായാലും എല്ലാ കാര്യത്തിലും ഒക്കെയാണ്. അവരെ പഠിപ്പിച്ച് സ്ഥിരമായിട്ട് ആദ്യത്തെ വണ്ടി വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യണം. ആ ഓക്കെ. ഇവിടെ സെയിം. ഞാൻ ഇതിന്റെ മുന്നേ, അതായത് ഒരു വർഷത്തിന് മുകളിലായിട്ട് സ്ഥിരം ആൾക്കാരാണ്. ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നോ വരുന്നതല്ല തന്നെയാണ്. മാക്സിമം ആദ്യമം ഇതിനാണ് ടിക്കറ്റ് നോക്കുന്നത്. ഇതിനില്ലെങ്കിൽ മാത്രമേ വെളിയിലോട്ട് പോകാറുള്ളൂ. ഓക്കെ ഓക്കെ. എനിവേ നൈസ് ടു മീറ്റ് യു. ഹാപ്പി ജേർണി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ തൊടുപുഴ ബോർഡിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം 7 മണി. സൈഡിലാണ് കേട്ടോ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബോർഡിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ 7:30 കഴിഞ്ഞപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ ടൗൺ ക്രോസ് ചെയ്യാണ്. അപ്പോൾ മൂവാറ്റുപുഴ പാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോർഡിംഗ് പോയിന്റ് വരുന്നത്. നമ്മുടെ കാലടി പാലത്തിൻ്റെ അവിടെയുള്ള ബ്ലോക്കാണ് കേട്ടത്. ഏത് സമയത്ത് ഈ വഴി വന്നാലും ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവും ഇവിടെ. കുത്തി കുത്തി കയറ്റണ വണ്ടിയൊക്കെ. ചരിയോ അയ്യോ. അപ്പോൾ നമ്മൾ ഡിന്നർ ബ്രേക്കിന് നിർത്തുകയാണ്. സമയം 9 മണി. ശരവണ ഭവൻ, പങ്കമാലി എയർപോർട്ട് റോഡ് തിരിയുന്നതിൻ്റെ കുറച്ചപ്പുറത്തായിട്ടാണ് കേട്ടോ ശരവണ ഭവൻ. ശരവണ ഭവൻ പ്യൂർ വെജ്. സാറയുടെ ഒരു വണ്ടിയുണ്ട്, അടുത്ത വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടെയുള്ള നമ്മുടെ സെറയുടെ വേഗയുടെ ക്രൂവിനെ കൂടെ നമുക്ക് പരിചയപ്പെടാം.
ഇതൊരാൾ പേര്, ഡ്രൈവർ പേര് നിതിൻ. ആ നിതിൻ. വീട് എവിടാ? എരുമേലി തന്നെ വീട്. സെറയിൽ എത്ര വർഷമായി? 6 മാസമായുള്ളൂ. ഓക്കെ ഓക്കെ. അടുത്ത കോ ഡ്രൈവർ പേര് ടിൻഡു. ഓക്കെ. വീട് എവിടാ? പാലക്കാട് അല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ കൃഷ്ണകുമാരൻ്റെ അടുത്താണോ? ആ ഓക്കെ ഓക്കെ. ഇവിടെ ക്രൂ അസിസ്റ്റൻ്റ് പേര് അക്ഷയ് അല്ലേ? വീട് എവിടാ? ഇടുക്കി. ഓക്കെ. അപ്പോൾ ഡിന്നർ ബ്രേക്കിന് ശേഷം നമ്മൾ അങ്കമാലിയിലേക്ക് വണ്ടി പുറപ്പെടാം കേട്ടോ. അങ്കമാലിക്ക് മുന്നെയാണ് നമ്മൾ നിർത്തിയത്. ഇനി അങ്കമാലിയിൽ ഒരു ബോർഡിങ്ങുണ്ട്. റോബിൻ നമ്മൾ അങ്കമാലി ജംഗ്ഷൻ. നിർഭാഗ്യവശാൽ നമ്മുടെ യാത്രക്കിടെ വടക്കഞ്ചേരി വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി നമ്മുടെ വണ്ടിക്ക്. നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയത് കണ്ട് കാക്കനാട് ബാംഗ്ലൂരിലോട്ട് ഓടുന്ന സ്ലീപ്പർ ബസ്സും ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് പെട്രോളിംഗ് ഉണ്ടായിരുന്ന MVD അവിടെ എത്തി. മുമ്പിലുണ്ടായിരുന്ന കണ്ടെയ്നർ ലോറി പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ അതിൻ്റെ ബാക്കിൽ പോയിട്ട് നമ്മുടെ കൊമ്പ് ചെന്നിടിച്ചു. അത് പൊട്ടി തൂങ്ങിക്കിടപ്പുണ്ട്. ഇടിച്ച് ക്വാർട്ടർ ഗ്ലാസും പൊട്ടി. ഇതാ തട്ടിയ ലോറിയാണ് ആ പുറകെ കിടക്കുന്നത്. ഇതാണ് കണ്ടെയ്നർ ലെഫ്റ്റ് ചേർന്ന് നിന്നിട്ട് പെട്ടെന്ന് റൈറ്റിലേക്ക് വെട്ടിച്ചാണ്. ആക്സിഡൻ്റായ മിറർ പോർഷൻ നമ്മൾ ആ ക്വാർട്ടർ ഗ്ലാസ് പൊട്ടിക്കൊണ്ട് തന്നെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത്. എങ്ങനെ ഭാഗത്തേക്കാണ് കയറിയിരിക്കുന്നത്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് പോകുന്നതിന് ശേഷം ക്രൂ ചേഞ്ചായി. ഇനി നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ബോബി ചേട്ടനാണ്. വണ്ടിക്ക് ഡീസൽ അടിക്കുവാനും യാത്രക്കാർക്ക് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ നിർത്തിയത് ഈറോഡിനടുത്ത് ഭവാനിയിലുള്ള ഒരു ഫ്യൂൽ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ ഭവാനിയിൽ നിന്ന് ഡീസൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബാക്കി സ്ഥലത്തേക്ക് യാത്ര പോകാം. നിർത്തിക്കയറി നമ്മൾ ചെറുതായിട്ടൊന്ന് മയങ്ങുവാനായിട്ട് കിടന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റപ്പോൾ നമ്മൾ കൃഷ്ണഗിരി ടോൾ പ്ലാസയാണ് ഇപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗിരിയിൽ ഒരു റീഫ്രഷ്മെൻറ്റ് കൂടെ ഉണ്ട്. നാഷണൽ വണ്ടിയുണ്ട് ഇവിടെ. നമ്മുടെ വണ്ടിയുടെ ഒപ്പമുണ്ട്. കഴിഞ്ഞ ട്രിപ്പിന് എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഇത് കൃഷ്ണഗിരിയിലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഇത് കാണുന്നത്.
കർണാടകയുടെയും ബോർഡറാണ് ഹൊസൂരോടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൊസൂർ ബസ് സ്റ്റാൻഡ് ഇതാണ് ബോർഡർ. ഇനി നമ്മൾ കയറുന്നത് കർണാടകയിലേക്കാണ്. ടോള് കഴിഞ്ഞ പാടെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഡ്രോപ്പ് ഓഫ് പോയിന്റ് വരുന്നത്, അത്തിപ്പള്ളി. RTO ചെക്ക് പോസ്റ്റാണ് അതെ കർണാടക. ബാംഗ്ലൂർ മെട്രോയുടെ പുതിയ യെല്ലോ ലൈൻ ബൊമ്മസാന്ദ്ര വരെയാണ്. അവിടെ വരെയുള്ള ബ്രിഡ്ജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അടുത്ത ഡ്രോപ്പിംഗ് പോയിന്റ്, ഇലക്ട്രോണിക് സിറ്റി. ഇതാ ഈ നമ്മൾ എത്തുന്നതാണ് അടുത്ത ഡ്രോപ്പിംഗ് പോയിന്റ്, സിൽക്ക് ബോർഡ്. ഈ പോണത് സ്വിച്ച് ലൈലാൻഡ് കോംബോയിലെ ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. അത് നല്ല കിടക്കം ബ്ലോക്ക്. ഇതാണ് ബാംഗ്ലൂർ കോയമ്പത്തൂർ ഓടുന്ന ന്യൂഗോൻ്റെ ഇലക്ട്രിക് ബസ്. വണ്ടി കുടിക്കണുണ്ട്. എങ്ങനെയാ യാത്ര? യാത്ര അടിപൊളിയായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് ശരി നമ്മുടെ വണ്ടിയില്. എവിടെ മുണ്ടക്കന്നാണ് കയറുന്നത്. നമുക്ക് നല്ല സുഖയാത്രയാണ്. സീറ്റിംഗ് എങ്ങനെയുണ്ട്? സീറ്റിംഗ് ഒക്കെ കുഴപ്പമില്ല, നല്ല സുഖമാണ്. പേരെങ്ങനെ? അയ്യപ്പദാസ് വീണ്ടും മുണ്ടക്കന്നാണ്. വൈഫിന്റെ ഒരു മെഡിക്കലിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ വന്നതാണ്. കഴിഞ്ഞ അവിടെ വന്നിരുന്നു. ഇത് തിരിച്ച് സെറാടെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് വേറൊരു വണ്ടിക്ക് തിരിച്ചു പോകും. ഇന്ന് സെറാക്ക് തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഹാപ്പി അല്ലേ? കലറുണ്ട് ഇവിടെ, യാത്രയുണ്ട് ഇവിടെ. യാത്രയാണ്. സൂരജിൻ്റെ ഓഫീസ് ഉണ്ട് അവിടെ. SP ട്രാവൽസ് A1 സെറയുടെ ഓഫീസ് അവിടെയാണ് മടിവാള ഉള്ളത്. ഇതാണ് ക്രൈസ്റ്റ് കോളേജ്. 1Sന്റെ ത്രില്ലർ മുന്നിൽ പോകുന്നുണ്ട് കേട്ടാ. ഇതാണ് ലാൽബാഗ് ഡ്രോപ്പിംഗ് പോയിന്റ്. ഓട്ടോണ്ണന്മാരൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ. ഇതാ പ്രകാശിന്റെ ബോഡി വർക്ക്ഷോപ്പ് കണ്ടോളൂ. എങ്ങനെയാണ് യാത്ര? വീട് എവിടാ? എരുമേലി തന്നെ ആണല്ലോ. ഓക്കെ. പുതിയ ബസ്സിലെ സീറ്റല്ല, സീറ്റിംഗ് ബർത്തായിരുന്നു. ബർത്തിലെ കംഫർട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ. അത്യാവശ്യം നീണ്ടു തുറന്ന് കിടക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ബാംഗ്ലൂർ എവിടെ വർക്ക് ചെയ്യുന്നത്? കലാശിപ്പാള. ഓക്കെ. അപ്പൊ വീണ്ടും സെറ യൂസ് ചെയ്യാം. ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് പോയിന്റ് കലാശിപ്പാളയാണ്. മിററും ഫ്രണ്ട് ഗ്ലാസ്സും ഒന്ന് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്.
അതിനുശേഷം വേണം വൈകുന്നേരത്തെ ട്രിപ്പ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മിററും അതുപോലെ ക്വാർട്ടർ ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ് റിപ്പയർ ചെയ്യാൻ വന്നിട്ടുള്ളത് SV കോച്ചസിലുണ്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് SV കോച്ചസ്. ഹായ്, നമ്മൾ ഏകദേശം 7:45 7:30 നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുള്ളത്. ഏകദേശം 1 hour ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോ കണ്ട പോലെ തന്നെ ചെറിയൊരു ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു. ആ തട്ടലുണ്ടായത് ഞാനും ചെറിയ സങ്കടത്തിലാണ്. നമ്മളെ വീഡിയോ എടുത്ത സമയത്ത് തന്നെയാണ് ആ ഒരു ചെറിയ തട്ടലുണ്ട. പുതിയ ബസ്സാണ്. അപ്പോൾ ബസ്സിന്റെ ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സെറ ഈ ആഴ്ചയിൽ ഒരു ട്രയൽ റൺ ആരംഭിക്കുന്നുണ്ട്. അതായത് എരുമേലിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പുതിയൊരു റൂട്ട് വഴിയാണ് ആരംഭിക്കുന്നത്. ഈരാറ്റുപേട്ട, പാല, രാമപുരം, കൂത്താട്ടുകുളം, ചോറ്റാനിക്കര, കാക്കനാട്, കൊച്ചി വഴിയാണ് ബാംഗ്ലൂർക്ക് പോണത്. അപ്പോൾ ആ സർവീസും നിങ്ങൾ യൂസ് ചെയ്യുക. സെറയുടെ 2+1 സീറ്റർ കം സ്ലീപ്പർ എരുമേലിൽ സ്റ്റാർട്ട് ചെയ്യണത് 4:45-നും തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് 6:30-ക്കാണ്, വൈകുന്നേരം 6:30-ക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ യാത്രാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിച്ച് നിലമ്പൂർ.